ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവർ പറഞ്ഞിട്ടുണ്ടാവില്ല ഇന്നത് പഠിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചില കാര്യങ്ങൾ അവർ ജനറലൈസ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് എത്രയൊക്കെ ഏരിയാസ് ഉണ്ട് അല്ലേ, അതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നോക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോട്ട് ടോപ്പിക്സ് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണാം. പിന്നെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഹോട്ട് ടോപ്പിക്സിൻ്റെ ഇതും ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഞാൻ ഇടും കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ നോക്കി തയ്യാറാക്കി, കാരണം നമുക്കധികം വിട്ടുപോകാൻ പാടില്ലല്ലോ കാര്യങ്ങൾ. നമുക്കിപ്പോൾ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ചില ഏരിയാസ് എന്താണ്, ഇപ്പോൾ ഹിസ്റ്ററി 10 മാർക്സ്, ജിയോഗ്രഫി 10 മാർക്സ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ 10 എന്നുള്ള രീതി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സ് മാത്രമല്ല, നമുക്ക് ഇനി അങ്ങോട്ട് നമ്മളുടെ ഈ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ കഴിഞ്ഞ പ്രിലിംസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇല്ലാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ പി എസ് സി വേൾഡ് എന്നുള്ളത് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. 21 തൊട്ട് 25 വരെയുള്ള പ്രിലിംസിൻ്റെയും LGS മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് കോറായിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് നോക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുള്ളൂ. ഇത് തീർച്ചയായിട്ടും മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് PYQ ചെയ്യുക എന്നുള്ളത്. കാരണം ഒരു സർട്ടൺ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നതിൽ തീർച്ചയായിട്ടും റിപ്പീറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ അത് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്യാം. ഇനി നമ്മളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അവർ ചോദിക്കാറുണ്ട്. അത് ഞാൻ സെൽഫായിട്ട് ഇതുപോലെ ഇപ്പോൾ ഹോട്ട് ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്ത പോലെ നിങ്ങൾക്ക് എന്താണ് ചെറിയ നോട്ടായിട്ടും പ്രിപ്പയർ ചെയ്ത് തരാം. പക്ഷേ ഞാനിത് പ്രിലിംസ് കൺസേൺ ആയിട്ടുള്ള ഈ ഹോട്ട് ടോപ്പിക്സ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും അതുപോലെ മെയിൻസ് കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനലിൽ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അത് ജോയിൻ ആയാൽ തീർച്ചയായിട്ടും ഞാൻ പ്രിലിംസ് പ്ലസ് മെയിൻസ് കൺസേൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വെറും ഹോട്ട് ടോപ്പിക്സ് മാത്രം അതിലിടാനല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് വെറുതെ ഹോട്ട് ടോപ്പിക്സിൻ്റെ PDF മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ജനറലൈസ്ഡ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞു പോകുന്നതിനപ്പുറം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലെവൽ 2 മെമ്പർഷിപ്പിൽ എടുത്തവർക്ക് ഇത് കൊടുക്കുമെന്ന് പറയുന്നത്. സോ ലെവൽ 2 മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ചാനൽ മെമ്പർഷിപ്പ് ലിങ്ക്. അതിൽ ലെവൽ 2 ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ആകാം. ഇനി അത് കിട്ടാത്ത പക്ഷം നിങ്ങൾക്ക് എന്താണ് എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യം പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രിക്കും സിമിലർ മാനറിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ 3 സ്റ്റേജിലും പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 10th പ്രിലിംസിനും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. അപ്പോൾ നിങ്ങൾ ജോയിൻ ആയ പ്രിലിംസ് കൺസേൺ മാത്രമല്ല, മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇത്രയും വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന സിലബസിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. പ്രിലിംസ് കൺസേൺഡ് ആയിട്ട് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ മാക്സിമം സോർട്ട് ചെയ്ത് ഈ മെമ്പർഷിപ്പ് എടുത്തവർക്ക് കൊടുക്കാൻ ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ല വേഗം നോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ കേട്ടോ. എന്ത് നോക്കണം എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് അങ്ങനെയാണ് എളുപ്പം. അതേസമയം ഒരു ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ കുറേയധികം പോയിന്റ്സ് ഉണ്ടാവും, വാല്യൂ അഡീഷൻസ് ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഈ ഹോട്ട് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ പറയുന്നത് ഈ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് അതൊക്കെ പെട്ടെന്ന് കിട്ടുന്നു. കാരണം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ജോഗ്രഫിയൊക്കെ കംപ്ലീറ്റ്, ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, നമുക്ക് കേരള ജോഗ്രഫി ഉണ്ട്. രണ്ടും 10 മാർക്സ് ഈച്ചാണ്. നോക്കൂ, ഇത് സെപ്പറേറ്റ് ആണ്. സോ 20 മാർക്സിൻ്റെ സംഭവമാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചോദ്യ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നമ്മളുടെ 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലൊക്കെ ധാരാളം കാര്യങ്ങൾ ഓക്കെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫിസിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നദേൺ മൗണ്ടൻസ്, നദേൺ പ്ലെയിൻസ്, പ്ലാറ്റ്യൂസ്, അതുപോലെ തന്നെ ഡെസേർട്ട്സ്, കോസ്റ്റൽ പ്ലെയിൻസ്. ഓക്കെ, ഇതൊക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ, ഈ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെയാണ് അവർ ചോദിക്കാറുള്ളത്. ഓക്കെ, സോ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. സോ നിങ്ങൾ കൂടുതലും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഇവിടെ നോക്കണം. ഓക്കെ, ടെക്സ്റ്റ് പ്ലസ് കുറച്ചുകൂടെ കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു സെക്ഷൻ നോക്കേണ്ടത്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ജോഗ്രഫി എന്ന് പറയുന്ന രീതിയിൽ നിന്ന് കറണ്ട് അഫെയർ ഭാഗത്ത് ഇപ്പോൾ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം ഏതാണ് ഇന്ത്യയിൽ, ഏത് നദിക്ക് കുറുകെയാണ് എന്നുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ ഒരു ഏരിയയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ SCERT ഇവിടെ മസ്റ്റാണ്. നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ പ്രിലിംസ് ആണെങ്കിലും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മെയിൻസിനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങളുടെ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ഫാക്ട്സോട് കൂടി എടുക്കുന്നുണ്ട്. 5 to 10 സോഷ്യൽ സയൻസും ബേസിക് സയൻസും. അതിൽ അത്രയധികം എക്സ്ട്രാ ഫാക്ട്സ് ഞാൻ പറയുന്നുണ്ട് അലോങ് വിത്ത് ടെക്സ്റ്റ്. പക്ഷേ നിങ്ങളൊരു ടെക്സ്റ്റ് കണ്ടു പഠിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് നിങ്ങൾ
കണ്ടു പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് റിലേറ്റ് ചെയ്ത് പലതും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ. ഓക്കെ, നമ്മൾ എന്താണ് സാധാരണ കാണുന്ന ഒരു ഇതിൽ നിന്ന് ടെക്സ്റ്റ് കാണുമ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റർ, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും സോഷ്യൽ ആണെങ്കിൽ പോലും അതിൽ മാപ്പൊക്കെ കാണിച്ചിട്ടാണ് പലതും ഉള്ളത്. ഓക്കെ, അപ്പോൾ ധാരാളം എക്സ്ട്രാ ഫാക്ട്സ് ഞാൻ അതിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് SCERT ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ഉപകാരപ്പെടും എന്നുള്ളത്. സോ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക ത്രൂ മൈ ടെലിഗ്രാം ചാനൽ. ഓക്കെ, അപ്പോൾ അതിലൂടെ എന്താണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയും. കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഒരു മൊമെൻറ്റിലാണെങ്കിൽ കൂടി നമ്മുടെ ബ്രെയിൻ ഏറ്റവും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഏത് സമയത്തായിരിക്കും അറിയോ? ഈ പറഞ്ഞ എക്സാമിനോട് അടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചും കൂടെ കീനായിട്ട് പല കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 10th പ്രിലിംസിൻ്റെ PYQ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റിലെ അതേ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫ്രം സയൻസ് പാർട്ട്. ഓക്കെ, സോ അതൊക്കെ വ്യക്തമായിട്ട് എടുത്തിട്ട് തന്നെയാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് വെറുതെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ പറയുന്ന പല ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇൻകംപ്ലീറ്റ് ആയിട്ട്, അതായത് ആൻസർ ഉണ്ടാവില്ല, അതിൽ ചോദ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്ട്രാ ധാരാളം ഫാക്ട്സ് ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം ഇത്ര ക്ലാസ് വെച്ച് മാക്സിമം കേൾക്കാം, മെയിൻസ് വരെ വാലിഡിറ്റിയിൽ കംപ്ലീറ്റ് കിട്ടും. സോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഈ ടെക്സ്റ്റ് തന്നെ അത്യാവശ്യം ടെക്സ്റ്റ് വിത്ത് PYQ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ്ങിലോട്ട് എത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സോ ഇന്ത്യൻ ജോഗ്രഫിയുടെ പോർഷൻസിൽ ഞാനിവിടെ കാര്യങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. അതിൽ ഹിമാലയൻ നദികളിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഇന്ത്യൻ ജോഗ്രഫിയിൽ ഈ റിവേഴ്സിൽ ഹിമാലയൻ റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സും ഉണ്ട്. ഹിമാലയൻ റിവേഴ്സിൽ വരുന്നത് ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് ആണ്. പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് SCERT ടെക്സ്റ്റിൽ വെസ്റ്റ് ഫ്ലോയിങ്ങും ഈസ്റ്റ് ഫ്ലോയിങ്ങും, അതായത് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒഴുകുന്ന നദികൾ, അതിൽ ഏതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ എല്ലാ നദികളും നമുക്ക് ഒരിക്കലും പഠിച്ച് പാസ്സാകാൻ പറ്റില്ല. സോ അവിടെ SCERT ആണ്. ആ SCERTയിൽ വ്യക്തമായിട്ടുണ്ട് ഓരോ പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ചും. അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആ ക്ലാസ്സിലും ഞാൻ എക്സ്ട്രാ ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട് ഈ നദികളെ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം ഈ ടെക്സ്റ്റിലെ ബോക്സ് തന്നെയാണ് അവർ ചോദിച്ചു ഞാൻ കണ്ടിരിക്കുന്നത്. സോ ഞാൻ എഗെയിൻ പറയുന്നു, ടെക്സ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഈ നോട്ട്സ് ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം യൂട്ടിലൈസ് ചെയ്യുക, നല്ലവണ്ണം ചെയ്യുക. ഇനി നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയും ഇതുപോലെ നോക്കേണ്ടതാണ്. എത്രയും വേഗം നിങ്ങൾ ഓരോ ദിവസവും കാര്യങ്ങൾ പഠിച്ച് മാറ്റുക. ഹോട്ട് ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം PYQ വർക്കൗട്ട് ചെയ്ത് SCERT പാഠഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കി അത്യാവശ്യം സെറ്റാക്കുക കാര്യങ്ങളെ. കറണ്ട് അഫയേഴ്സും ഒരു ലേറ്റസ്റ്റ് അത്യാവശ്യം നമുക്കിപ്പം ഈ SCERT കോഴ്സൊക്കെ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ക്യാപ്സ്യൂൾ നോട്ട് പോലെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കറണ്ട് അഫയേഴ്സ് എല്ലാ മേഖലയെയും ടച്ച് ചെയ്തിട്ടുള്ളത് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഞാൻ ഈ പറയുന്ന ലെവൽ 2 മെമ്പർഷിപ്പിൽ ജോയിൻ ആയവർക്ക് ഏറ്റവും വേണ്ട ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെ കൊടുക്കുന്നതായിരിക്കും വേണ്ടത് കേട്ടോ. നമുക്ക് എല്ലാം എന്നുള്ളതിനേക്കാൾ ഉപരി കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഓരോ മേഖലയുടെ വെച്ചിട്ട് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.